إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്കും വിധേയമായി ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും മിമ്പറിൽ നിന്നും കേൾക്കുന്ന ഒരായത്താണ്, ഖുത്ബത്തുൽ ഹാജയിൽപ്പെട്ട ഒരായത്താണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഏ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. ഹഖ തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം കേട്ടോ. വലാ തമൂതുന്ന, നിങ്ങൾ ഒരിക്കലും മരിച്ചു പോകരുത് കേട്ടോ. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ ശരിയായ മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ. അപ്പൊ ശരിയായ മുസ്ലിമീങ്ങളായി ജീവിക്കുകയും തഖ്വ പാലിച്ച് ജീവിക്കുകയും അവസാനം മരണപ്പെട്ടു പോകുന്ന നേരത്ത് ഒരു മുസ്ലിമായിക്കൊണ്ട് മരിച്ചു പോവുകയും ചെയ്യുക എന്നത് ഒരു അള്ളാഹുവിന്റെ അടിമയായ ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും അടിസ്ഥാനപരമായ അങ്ങേയറ്റത്തെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഉണ്ടാകേണ്ടത്. ഇപ്പറഞ്ഞ കാര്യം എങ്ങനെയാണ് സാക്ഷാത്കരിക്കപ്പെടുക? ഒരാൾ മുസ്ലിമായി കൊണ്ട് ജീവിക്കുകയും മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി കൊണ്ട് തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്യുക എന്നത് ഒരുപാട് അധ്വാനങ്ങൾ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് മനുഷ്യന്റെ ജീവിതത്തിൽ വെറുതെ നടക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് വളരെ ഉത്തരവാദിത്തോടു കൂടി കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. എന്താണ് ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നിശ്ചയിച്ചിട്ടുള്ള ജീവിതത്തിന്റെ വഴിയാണ്. എന്തിനാണ് അല്ലാഹു തആല ജീവിതത്തിന്റെ വഴി നിശ്ചയിച്ചത്? മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അവസാനിക്കുന്നതല്ല, മറിച്ച് മരണത്തിനനന്തരം ഒരു കാലത്തും അവസാനിക്കാത്ത ഒരു ജീവിതം മനുഷ്യന് വരാനുണ്ട്, അഥവാ ആഖിറത്ത് വരാനുണ്ട്. ആ ആഖിറത്തിൽ രണ്ടവസ്ഥകളാണ് മനുഷ്യനുള്ളത്. ഒന്നുകിൽ അള്ളാഹുവിന്റെ തൃപ്തി സ്വീകരിച്ചുകൊണ്ട് ശാശ്വതമായി സ്വർഗത്തിൽ ജീവിക്കുവാനുള്ള അവസ്ഥ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപ ശാപങ്ങൾക്ക് വിധേയമായി കൊണ്ട് നരകത്തിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ. രണ്ടാലൊരവസ്ഥയാണ് മനുഷ്യന്റെ ജീവിതം അവസാനമായി പര്യവസാനിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിയും ഇഷ്ടവും നേടിക്കൊണ്ട് സ്വർഗം നേടണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ
അത് എങ്ങനെയും ജീവിച്ചാൽ കിട്ടുന്ന കാര്യമല്ല. നമ്മുടെ ലക്ഷ്യം ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ നമ്മൾ പോകുന്നത് എങ്കിൽ ആ ലക്ഷ്യത്തിന്റെ വഴി മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ. ഒരാൾ വടക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തെക്കോട്ട് യാത്ര പോയിട്ട് കാര്യമില്ല. വടക്ക് പ്രദേശത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെടേണ്ടതെങ്കിൽ നമ്മുടെ യാത്ര വടക്കോട്ട് തന്നെ ആയിരിക്കണം. അതേപോലെ തന്നെ സ്വർഗം എന്ന് പറയുന്ന പരമപ്രധാനമായ ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരാൾ ജീവിത യാത്ര പോകുന്നതെങ്കിൽ അവിടെ എത്താനുള്ള യാത്രയെ പോകാൻ പറ്റൂ. അതിന്റെ വഴിയും വളരെ കൃത്യമാണ്. ആ വഴിയാണ് യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞത്. സ്വർഗത്തിലെത്താനുള്ള ഒരേ ഒരു വഴി, ആ ഒരു വഴിയല്ലാത്ത വേറൊരു വഴിയും സ്വർഗം എന്ന് പറയുന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഇല്ല. നമ്മൾ എന്ത് വിചാരിച്ചിട്ട് കാര്യമില്ല. ദുനിയാവിൽ നമ്മൾ എത്ര നല്ലവരാണ് എന്ന് വിചാരിച്ചിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. ഇസ്ലാമാകുന്ന വഴി, ഇസ്ലാമാകുന്ന വിശ്വാസവും ഇസ്ലാമാകുന്ന അനുഷ്ഠാനങ്ങളും ഇസ്ലാമിന്റെ സംസ്കാരവും പുലർത്തിക്കൊണ്ട് ഒരാൾ ജീവിച്ചെങ്കിൽ മാത്രമേ ആ ലക്ഷ്യം ഒരാൾക്ക് സാക്ഷാത്കരിക്കപ്പെടാൻ കഴിയുകയുള്ളൂ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുള്ള ഒരേ ഒരു ദീൻ ഇസ്ലാം മാത്രമാണ്. ദുനിയാവിൽ ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ഒരുപാട് ആദർശങ്ങളുണ്ട്. എല്ലാം മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ദുനിയാവിൽ കാണുന്ന ഏത് ആദർശമാണെങ്കിലും ഏത് ആശയമാണെങ്കിലും ഏത് കാഴ്ചപ്പാടുകളാണെങ്കിലും ആ വഴിയിലൂടെ പോയാൽ സ്വർഗം എന്ന ലക്ഷ്യത്തിലെത്തുകയില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്ന ദീൻ കീഴ്പ്പെട്ട് നമ്മൾ ജീവിക്കേണ്ടത് ദീനുൽ ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ. ദീനായിട്ട് ഇസ്ലാമിനെ അല്ലാതെ ഒരാൾ തേടിയാൽ ഫലൻ യുഖ്ബല മിൻ. അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടൂല. ഇസ്ലാം അല്ലാത്ത ഏത് ദുനിയാവിൽ ആരുണ്ടാക്കിയ ദീനാണെങ്കിലും ആ ദീന് സ്വീകരിച്ചുകൊണ്ട് ഒരാൾ പോയാൽ സ്വർഗത്തിലെത്തൂല. ഫലൻ യുഖ്ബല മിൻ. അവൻ സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. പാരത്രിക ജീവിതത്തിൽ അവൻ എത്തിപ്പെട്ടാൽ അവൻ അവിടെ അങ്ങേയറ്റം വലിയ പരാജിതനായിരിക്കും, എല്ലാം നഷ്ടപ്പെട്ടവനായിരിക്കും. അപ്പം നഷ്ടങ്ങളില്ലാതെ ലാഭം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗമെന്ന ലാഭം കൊതിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുന്നു എങ്കിൽ അയാൾ ഇസ്ലാമിന്റെ മാർഗം മാത്രം മുറുകെ പിടിക്കുകയും ആ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരാൾ ജീവിച്ചെങ്കിൽ അയാൾക്ക് മുസ്ലിമായി മരിക്കാം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുത്. ആ മരണസമയത്ത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിങ്കിലേക്ക് യാത്ര പോകാൻ ഒരാൾക്ക് കഴിയാന്നുള്ളതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ ലക്ഷ്യം ഒരാൾക്ക് സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? അയാൾ വളരെ ബോധപൂർവം ജീവിക്കണം. ഇസ്ലാം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൈവിട്ടു പോകാത്ത വിധത്തിൽ നമ്മുടെ ജീവിതം പരിശുദ്ധമാക്കി വെക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ പറ്റണമെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അതിൽ ഒന്നാണ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഏത് എന്നത്. ഏറ്റവും നല്ല സാഹചര്യത്തിൽ, ഇസ്ലാമികമായ ജീവിതം നയിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റിയാൽ അയാൾ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാവും. അതല്ല ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളാണ്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അതായിരിക്കും നമ്മൾ സ്വാധീനിക്കുക. അങ്ങനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നതിലേക്ക് എത്തുകയില്ല. മുസ്ലിമായി മരിച്ചു പോവുക എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുകയില്ല. അപ്പൊ അതുണ്ടാകണമെങ്കിൽ അതിന് പറ്റിയ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കണം. സാഹചര്യം എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. ഒരു മുസ്ലിം ജീവിക്കുന്ന ഒരു പരിസരം, അവിടെ പള്ളിയുണ്ട്, മതസ്ഥാപനങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, ബാങ്ക് കേൾക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അഥവാ ശരിയായ തൗഹീദധിഷ്ഠിതമായ വിശ്വാസ പ്രമാണങ്ങളുള്ള ഒരു സാഹചര്യം ആണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ വീട് എങ്കിൽ തീർച്ചയായും ഇസ്ലാമിന്റെ സൗന്ദര്യം അയാളിൽ ഉണ്ടാകും. ഇസ്ലാം അയാളിൽ സ്വാധീനിക്കും. അതല്ല അയാൾ അതിനുവേണ്ടി തെരഞ്ഞെടുക്കുന്ന വേറെ ഏതെങ്കിലും ഒരു രീതിയാണെങ്കിലോ, അയാൾക്ക് ദുനിയവിയായ പകിട്ടും സൗകര്യങ്ങളും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്താണ് ഒരാൾ വീട് വെച്ച് താമസിക്കുന്നതെങ്കിലോ അയാൾക്ക് പക്ഷെ ദീന് നിലനിർത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ദുനിയാവിൽ പിറന്നു വീഴുന്ന എല്ലാ ഓരോ മനുഷ്യനും അവൻ ശുദ്ധമായ പ്രകൃതിയിലാണ് ജനിക്കുന്നതെന്നാണ്. അത് ആരുടെ മകനാണെങ്കിലും ശരി, നിരീശ്വരവാദിയുടെ മകനാണെങ്കിലും ശരി, വിശ്വാസിയുടെ മകനാണെങ്കിലും ശരി, ആരുടെ സന്തതിയായ ദുനിയാവിൽ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും പരിശുദ്ധിയോടുകൂടിയാണ് ജനിക്കുന്നത്, ഫിത്രത്തിലാണ് ജീവിക്കുന്നത്. പിന്നെ അവന് മാറ്റം സംഭവിക്കുന്നത് എന്താ? അവന്റെ സാഹചര്യം എന്താണ് സാഹചര്യം? ഫഅബവാഹു യുഹവ്വിദാനിഹി.
അവന്റെ മാതാപിതാക്കന്മാരാണ് അവനെ യഹൂദിയാക്കുന്നത്. വയുനസ്സിറാനിഹി, അവന്റെ മാതാപിതാക്കന്മാരാണ് അവനെ നസറാനിയാക്കുന്നത്. വയുമജ്ജിസാനിഹി, അവർ രണ്ടുപേരുമാണ് അവനെ അഗ്നി ആരാധകനാക്കുന്നത്. അപ്പൊ ഒരു ശിശു ദുനിയാവിലേക്ക് പറന്നു വീഴുമ്പോ ശുദ്ധമായ പ്രകൃതി, അത് തൗഹീദുള്ള ഈമാനുള്ള പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ആ പ്രകൃതിക്ക് ഭംഗം സംഭവിക്കുന്നത് എന്താണ്? അയാൾ ജീവിക്കുന്ന സാഹചര്യം. ഒന്നാമത്തെ സാഹചര്യം ആരാണ്? അയാളുടെ മാതാപിതാക്കന്മാരാണ്. മാതാപിതാക്കന്മാര് ഏത് ദീനനുസരിച്ച് ജീവിക്കുന്നുവോ, ഏത് വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നുവോ, ഏത് സാംസ്കാരിക പാരമ്പര്യത്തിൽ ജീവിക്കുന്നുവോ അതായിരിക്കും മക്കളിലേക്ക് സ്വാധീനിക്കുക. അങ്ങനെയാണ് ശുദ്ധമായ പ്രകൃതി വികൃതമായി തീരുന്നത്. ഈ ഹദീസിന്റെ ആശയം എന്താന്ന് വെച്ചാൽ, നല്ല സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റിയ സാഹചര്യത്തിൽ ജീവിക്കണം. അത് സംബന്ധമായി ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലി, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളുടെ സഹോദരന്റെ ദീനിലായിരിക്കുന്ന. അർറജുൽ, ഒരാൾ, അലാ ദീനി ഖലീലിഹി, അവന്റെ ഉറ്റമിത്രമാരാണോ ആ ഉറ്റമിത്രത്തിന്റെ ദീനിലായിരിക്കും അവൻ. അതുകൊണ്ട് ഫൽയൻദുർ അഹദുക്കും, നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചു കൊള്ളണം, ഓരോരുത്തരും നോക്കിക്കൊള്ളണം. എന്ത് നോക്കണം? മൻ യുഖാലിൽ, ആരെയാണ് കൂട്ടാളിയാക്കുന്നത്. നമ്മുടെ കൂട്ടാളി ആരാണ്? നമ്മുടെ പങ്കുകാരൻ ആരാണ്? നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും പങ്കുവെക്കാൻ പറ്റിയ നമ്മുടെ സൗഹൃദ ബന്ധം എവിടെയാണ്? ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് ശരിക്ക് ഓരോരുത്തർ ആലോചിച്ചോണം. കാരണം എന്താ? ഒരു സഹോദരൻ ആരാണോ നമ്മൾക്ക് നമ്മുടെ രഹസ്യ പരസ്യങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സാഹോദര്യം നമ്മൾ സ്വീകരിക്കുന്നത് ആരെയാണോ ആ സഹോദരന്റെ ദീൻ എന്താണ്, അവന്റെ വിശ്വാസം എന്താണ്, അവന്റെ സംസ്കാരം എന്താണ്, അതായിരിക്കും നമ്മളിലേക്ക് പകരുക. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകരാവുന്ന ഒരു സാഹചര്യവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ വേണ്ടി അയാളെ കാത്തിരിക്കണം എന്നാണ്. അൽ മർഉ യുശാബിഹു സദീഖഹു, ഒരു വ്യക്തി തന്റെ സഹോദരനോട് സാദൃശ്യപ്പെട്ടിരിക്കും. സഹോദരൻ എന്താണോ അതിനോട് സാദൃശ്യപ്പെടും. വസാഹിബഹു, എന്തൊക്കെ കാര്യത്തിൽ? ഫീ സീറത്തിഹി, അവന്റെ ചര്യകളിൽ. വആദത്തിഹി, അവന്റെ നടപടികൾ. നമ്മുടെ സഹോദരൻ എങ്ങനെയാ മുടി വെട്ടി അതേപോലെ തന്നെ മുടി വെട്ടി നടക്കുന്നവരായ ആൾക്കാർ കണ്ടിട്ടില്ലേ? അവൻ എങ്ങനെയാ ജീവിക്കുന്നത്, അവൻ എങ്ങനെയാ വസ്ത്രം ധരിക്കുന്നത്, അതേപോലെ അനുകരിക്കുന്നവരായ ആളുകളെ കണ്ടിട്ടില്ലേ? അവനോടൊരു മഹബത്ത്, ആ നിലയിൽ അവൻ നമ്മളിൽ സ്വാധീനിക്കുന്നു. വഹുവ മുഅസ്സിറുൻ ഫിൽ അഖ്ലാഖ്, അങ്ങനെയുള്ള സഹോദരൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ സ്വാധീനിക്കും. വസുലൂഖ്, നമ്മുടെ പെരുമാറ്റത്തിൽ സ്വാധീനിക്കും. വത്തസറുഫാത്ത്, നമ്മുടെ എല്ലാ വിനിമയങ്ങളിലും ഇടപാടുകളിലും അയാൾ നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ട് അയാൾ ഏത് തരം സ്വഭാവക്കാരനാണോ എന്ന് നോക്കിയിട്ട് വേണം സാഹോദര്യ ബന്ധം തെരഞ്ഞെടുക്കുക. അയാൾ മോശപ്പെട്ട സ്വഭാവക്കാരനാണോ, അയാൾ തെറ്റുകാരനാണോ, അയാൾ മഅസിയത്തിൽ ജീവിക്കുന്നവനാണോ, അയാൾ അള്ളാഹിന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവനാണോ, നമ്മൾ നോക്കണം. അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ അത്തരം ആളുകളോട് കൂട്ടുകൂടിയാൽ അയാൾ നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും ഒക്കെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് വലിഹാദ അർശദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ ഉണർത്തുന്നത് എന്താണെന്നറിയോ? എന്താണ് ഉണർത്തുന്നത്? ഇലാ ഹുസ്നി ഇഖ്തിയാരി സ്വദീഖ്, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ലവരുമായി കൂട്ടുകൂടുക എന്നത് നന്മ പകരാൻ കാരണമാകും. നന്മ മാത്രമേ പകരൂ. ആ നന്മ നമ്മളിലേക്ക് പകരാൻ പറ്റുന്ന തരത്തിലുള്ള സാഹോദര്യ ബന്ധം ഉണ്ടാകണം. അത് ദീൻ നിലനിൽക്കാൻ ആവശ്യമാണ്. ഒരാൾ മുസ്ലിമായി ജീവിക്കാൻ അത്യാവശ്യമാണ്. അതുകൊണ്ടാണത് പറയാൻ കാരണം. മറ്റൊരു ഹദീസിലുണ്ട്, വഫീ ഹദീസിൻ ആഖർ ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനൻ, നീ മുഅ്മിനായ ഒരുത്തനോടല്ലാതെ കൂട്ടുകൂടരുത്. ലാ തുസാഹിബ്, നീ കൂട്ടുകൂടരുത്, ഇല്ലാ മുഅ്മിനൻ, മുഅ്മിനോടല്ലാതെ. മുഅ്മിനോടെന്നല്ല പറഞ്ഞാൽ ഒരു ഏതൊരു കൗമിൽപ്പെട്ടവനെന്നുള്ള അർത്ഥത്തിലല്ല, ശരിയായ വിശ്വാസമുള്ള, യഥാർത്ഥ തൗഹീദുള്ള, യഥാർത്ഥ സുന്നത്തുള്ള, ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് പരിപൂർണമായ മുഅ്മിൻ. അങ്ങനെയുള്ള ഒരുവനായിരിക്കണോ അവനോടാണ് കൂട്ടുകൂടേണ്ടേ. ലാ തത്തഖി സാഹിബൻ വലാ സദീഖൻ ഇല്ലാ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ടവരായ ആളുകൾ മാത്രമായിരിക്കണം നമ്മുടെ ആത്മമിത്രങ്ങളും ആത്മബന്ധുക്കളായി നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. കാരണം അന്നൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ ആള് യദുല്ലു സദീഖഹു, അയാൾ തന്റെ സഹോദരനെ അറിയിക്കുന്നവനാണ്. അലൽ ഈമാൻ വൽ ഹുദാ വൽ ഖൈർ, നന്മയിലേക്ക് പ്രേരിപ്പിക്കും. നല്ല സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താ? നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നവനാണ്.
വിശ്വാസത്തിലേക്ക് പ്രേരിപ്പിക്കുന്നവനാണ്, ഹൈറിലേക്ക് പ്രേരിപ്പിക്കുന്നവനാണ്. ഏതുപോലെ നമ്മൾ സാധാരണ പറയാണ്ട് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. കണ്ണാടി എന്തിനാ ഉപയോഗിക്കുക? നമ്മുടെ പ്രതിരൂപം കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മുഖത്ത് എന്തെങ്കിലും തകരാറുണ്ടോ അതൊക്കെ മായ്ക്കാനും തുടക്കാനും വൃത്തിയാക്കാനും വേണ്ടിയാണ് കണ്ണാടി ഉപയോഗിക്കുന്നത്. നല്ലൊരു ചങ്ങാതി ഉണ്ടെങ്കിൽ കണ്ണാടി ആവശ്യമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നല്ലൊരു ചങ്ങാതി നമ്മളെ നല്ലത് മാത്രം പറയുന്നവനല്ല, മറിച്ച് നമ്മുടെ കുറവുകളെ പറ്റിയും പോരായ്മകളെ പറ്റിയും ചൂണ്ടിക്കാണിച്ച് നിന്റെ പോക്ക് ശരിയല്ല, നിന്റെ ആ നടപടി ശരിയല്ല, നീ ആ പറഞ്ഞത് ശരിയല്ല എന്ന നിലക്ക് ഉപദേശിച്ച് നന്നാക്കി നമ്മളെ കൊണ്ടു നടക്കാൻ കഴിയുന്നവനാണ് ശരിയായ ചങ്ങാതി എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ളവരായ ആളുകൾ വേണം നമ്മുടെ സൗഹൃദ വലയത്തിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെയാകുമ്പോൾ മാത്രമേ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് നമ്മളിൽ നിലനിൽക്കുകയുള്ളൂ. അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. അദ്ദേഹം പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ മസലുൽ ജലീസി സാലിഹ്, സാലിഹായ നല്ലവനായ ഒരാളുടെ കൂടെ പോയി ഇരിക്കുന്നവനായ ഒരാളും വജലീസി സൂഇ, മോശപ്പെട്ട സ്വഭാവമുള്ള ഒരാളുടെ കൂടെ പോയി ജീവിക്കുന്ന ഒരാളുടെയും ഉദാഹരണം. രണ്ടു തരം ഉദാഹരണം, രണ്ടു തരം ചങ്ങാത്ത ബന്ധാണ്. ഒരാൾ ചങ്ങാത്തം കൂടുന്ന ആരോടാണ്? നല്ല സാലിഹായ, നല്ല സ്വഭാവമുള്ള, നല്ല പെരുമാറ്റമുള്ള ഒരാളോടാണ്. അതേ അവസരം മറുഭാഗത്തോ അയാളുടെ സ്വഭാവമോ മഹിമോ ഒന്നും നോക്കുന്നില്ല, തെറ്റായ കാര്യങ്ങളിലേക്ക് ആളുകൾക്ക് പ്രേരണ കൊടുക്കുന്നവനായ ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളോ കൂട്ടുകാരനാക്കുന്ന വല്ല ഉദാഹരണം എങ്ങനെയാണെന്നറിയോ? കഹാമിലിൽ മിസ്കി വനാഫിഹിൽ കീരീന, അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ് ഒരാൾ. കഹാമിലിൽ മിസ്ക്. രണ്ടാമത്തതോ വനാഫിഹിൽ കീർ. കീർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുമ്പിന്റെ പണിയെടുക്കുന്നവരായ ആളുകൾ ഇരുമ്പ് ചൂടാക്കി കത്തിക്കുന്നതിന് വേണ്ടി ഒരു വസ്തു ഉപയോഗിച്ച് കാറ്റടിക്കാറുണ്ട്. അതിനാണ് കീർ എന്ന് പറയാം. അത് തീ ആളിക്കത്തിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതിൽ ഊതുന്നവനെ പോലെയാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? വഹാമിലുൽ മിസ്ക്, കസ്തൂരി വഹിക്കുന്ന ഒരാള് എന്ന് പറഞ്ഞാൽ ഇമ്മാ അൻ യുഹദിയക, അത്ര വിൽപ്പനക്കാരുടെ അടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുപ്പിന്ന് ലേശെടുത്ത് നമ്മൾ മേൽപ്പൊട്ടി തരും, വെറുതെ തരും. ഇമ്മാ അൻ യുഹദിയക, അയാൾ ഒരു സുഗന്ധം നിങ്ങൾക്ക് വെറുതെ തന്നു വരും. വ ഇമ്മാ അൻ തബ്തഅ മിൻഹു, ഇനി നിന്റെ കയ്യിൽ കാശുണ്ടെങ്കിലോ അയാളെ കയ്യിൽ നിന്ന് നല്ല ഒരു അത്തർ നിനക്ക് വാങ്ങാൻ പറ്റും. ഇനി അതുമില്ലെങ്കിലോ വ ഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബ, അത്തർ വിൽപ്പനക്കാരന്റെ സാന്നിധ്യത്തിൽ പോയി വെറുതെ കുത്തിരുന്നാൽ നല്ല സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. 3 ഗുണം. ഇതാണ് നന്മയോട് കൂട്ടുകൂടിയാലുള്ള ഗുണം. നന്മയുള്ളവരായ ആളുകളോട് കൂട്ടുകൂടിയാൽ അത് നഷ്ടം സംഭവിക്കൂല, ഏതെങ്കിലും തരത്തിൽ ലാഭം മാത്രമേ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അതേ അവസരം കീറിൽ ഊതുന്നിടത്തോട്ട് പോയാലോ അവിടെ എന്താ സംഭവിക്കുന്നത്? വനാഫിഹുൽ കീരി, കീറിൽ ഊതുന്നവൻ ഇമ്മാ അൻ യഹരിക സിയാബക, അവന്റെ അടുത്ത് നീ പോയി കുത്തിർന്നാൽ നല്ല കുപ്പായത്തിൽ തീ തെറിക്കും, തീ പിടിക്കാൻ കത്തിപ്പോകാനുള്ള സാഹചര്യമുണ്ട്. കുപ്പായത്തിലേക്ക് തീ പടരാൻ സാധ്യതയുണ്ട്. വ ഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ മുൻതിനതൻ, ഇനി ഒന്നുമില്ല, വെറുതെ അവിടെ പോയി കുത്തിരുന്നാൽ നല്ല സുഗന്ധമുള്ള ഒരു സ്ഥലമല്ല, വൃത്തികേട് വാസനിക്കുന്ന ഒരിടമായിരിക്കും. നിനക്ക് യാതൊരു ഗുണവും അതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല, നിനക്ക് ധാരാളം നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യും. എത്ര കൃത്യമായ ഒരു ഉദാഹരണമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇതെന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? നന്മയുടെ കൂട്ടാളികളായി തീരുക, തിന്മയുടെ കൂട്ടാളികൾ നമ്മൾ വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഇസ്ലാമും ഈമാനും സംരക്ഷിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികളിൽ ഒന്നാണ്. ഇത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ നിലനിർത്തേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കൂട്ടുബന്ധങ്ങൾ ഈ നിലയിലായിരിക്കണം. ഉദാഹരണത്തിന് ഒരു വിവാഹം നടക്കുന്നെന്ന് വെക്കുക, നമ്മൾക്ക് നമ്മുടെ മകളെ നമ്മളൊരു കല്യാണം ചെയ്തു കൊടുക്കുന്നു. ആർക്കാ കല്യാണം ചെയ്തു കൊടുക്കേണ്ടത്? അതേപോലെ തന്നെ ദീനുള്ള നല്ല ഒരു വ്യക്തിക്കാണ് കല്യാണം ചെയ്തു കൊടുക്കേണ്ടത്, ദീനുള്ളവനാണ് കൊടുക്കേണ്ടത്. ഒരു പെൺകുട്ടിയെ നമ്മൾ കെട്ടിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ആകണം, ഒരാണിനെ കൊണ്ട് നമ്മൾ കല്യാണം കഴിപ്പിക്കുമ്പോൾ അങ്ങനെയാണ്. കാരണം കുടുംബ ജീവിതത്തിന്റെ ഒന്നാമത്തെ തുടക്കമാണത്. ആ ബന്ധം, ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധം, അത് ദീനിൽ അധിഷ്ഠിതമായിട്ടുള്ള ബന്ധമാണെങ്കിൽ അതിലൂടെ പൂത്തുലഞ്ഞു വരുന്നത് എന്തായിരിക്കും? ദീനും ഇസ്ലാമുമായിരിക്കും. മറിച്ച് അവിടെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് വേറെ വല്ലതുമാണെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തുൻകഹുൽ മർഅതു ലി അർബഈൻ,
സാധാരണഗതിയിൽ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പെണ്ണ് വിവാഹം ചെയ്യപ്പെടാറുള്ളത്. ലിമാലിഹ, ഒന്നാമത്തെ കാര്യം പെണ്ണിന്റെ സമ്പത്താണ്. അത് ആണിനും ബാധകമാണ്. ആണിനെ സമ്പത്ത് കണ്ടുകൊണ്ട് പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നവരുണ്ട്. രണ്ടാമത്തത് വലി ജമാലിഹ, പെണ്ണിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് കല്യാണം കഴിക്കുന്നവരുണ്ട്. ആണിനെ അങ്ങനെ തന്നെ നല്ല സൗന്ദര്യമുള്ള പുരുഷനായതുകൊണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ വലി ഹസബിഹ, അവളുടെ തറവാടിത്തം നോക്കുക. ആണാകട്ടെ പെണ്ണാകട്ടെ നല്ല തറവാടിത്തമുള്ളവരാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് വിവാഹം ചെയ്യുന്നവരുണ്ട്. നാലാമത്തെ ഒരു കാര്യം വലി ദീനിഹ, ഒരു പെണ്ണിന്റെ അല്ലെങ്കിൽ ആണിന്റെ ദീനിയായ സ്റ്റാറ്റസ് എന്ത് എന്ന് നോക്കിയിട്ട് മാത്രം കല്യാണം കഴിച്ചു കൊടുക്കുന്നവരുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഫളുഫർ ബിദാത്തി ദീൻ തരിബത് യദാക്, നിന്റെ കൈമൽ അല്പം മണ്ണ് പറഞ്ഞാലും ശരി, നീ തെരഞ്ഞെടുക്കേണ്ടത് ദീനുള്ളവളെയാണ്, ദീനുള്ളവനെയാണ്. അപ്പൊ ദീനുള്ള ഒരാണും ദീനുള്ള ഒരു പെണ്ണും പരസ്പരം വിവാഹിതരായി ജീവിക്കുകയാണ് എങ്കിൽ അവിടെ എന്തുണ്ടാകും? ദീൻ നിലനിൽക്കും. അവരെ മക്കളിലൂടെ ദീൻ നിലനിൽക്കും. അതല്ല പരിഗണന വേറെയാണെങ്കിലോ, പരിഗണന വേറെയാണ് എങ്കിൽ അതുവരെയുള്ള സൽസ്വഭാവങ്ങൾ കളയും. നല്ലൊരു ആൺകുട്ടിയാണ്, പള്ളിയിലൊക്കെ പോകുന്ന നല്ലൊരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടി കല്യാണം കഴിച്ചത് ഒരു മോശപ്പെട്ട പെൺകുട്ടിയാണ് എങ്കിൽ ഓന് ഒരുപക്ഷെ എന്ത് ചെയ്യുന്നറിയോ, ഓന്റെ നിസ്കാരവും നോമ്പൊക്കെ തൽക്കാലം മാറ്റിവെച്ചിട്ട് അവിടെ പിന്നാലെ പോകും. നേരെ തിരിച്ചും സംഭവിക്കാം. അപ്പോ അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ദീനുള്ളവനാണോ അല്ലേ എന്നുള്ളതാണ്. ദീനുള്ളവർ തമ്മിലുള്ള ബന്ധമാകുമ്പോ സ്വാഭാവികമായും അതിൽ നന്മ നിറയും. ഇസ്ലാം അവിടെ കളിയാടും. അതല്ല അവിടെ നമ്മൾ അമാന്തം കാണിച്ചു കഴിഞ്ഞാലോ എല്ലാം തകരാറിലാകും. ഇനി ദീനോട് കൂടി ദീനുള്ളവനാണ് എങ്കിൽ അതോടുകൂടി പറഞ്ഞ കാര്യങ്ങളൊക്കെ സൗന്ദര്യമാണ്. ദീനുള്ള ഒരു മനുഷ്യൻ, ദീനുള്ളവരാണ്, ദീനുള്ളൊരു പെണ്ണാണെങ്കിൽ അതോടുകൂടി സൗന്ദര്യം ഉണ്ടായാലും നല്ലതാണ്, സമ്പത്തുണ്ടായാലും നല്ലതാണ്, വലിയ തറവാടുണ്ടായാലും നല്ലതാണ്. അതേവസം ദീനില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് യാതൊരു ഫായിദയും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളിലൊക്കെ നന്നായി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ദീന് കുളമാകും. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, വലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന്ന, നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് മുശ്രിക്കാത്തുകളെ കല്യാണം കഴിക്കരുത്, ശിർക്ക് ചെയ്യുന്നവരായ ആളുകളെ കല്യാണം ചെയ്യരുത്. ഹത്താ യുഅ്മിന്ന, അവർ വിശ്വസിക്കുന്നത് വരേക്കും, ശരിയായ ഒരു ശിർക്കൊക്കെ ഒഴിവാക്കി ശരിയായ വിശ്വാസം പാലിക്കുന്നത് വരേക്കും അങ്ങനെയുള്ള ഒരു പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. ആണിനോടുള്ള കൽപ്പനയാണ്. എന്നിട്ട് പറയുന്നു വല അമത്തുൻ മുഅ്മിനത്തുൻ, ഒരു മുഅ്മിനത്തായ അടിമയാണ് ഖൈറുൻ മിൻ മുശ്രിക്കത്തിൻ, ഒരു മുശ്രിക്കത്തിനേക്കാൾ നല്ലത്. അവിടെ മുസ്ലിമിനാണ് പ്രാധാന്യം, മുസ്ലിം ആവുക എന്നതിനാണ് പ്രാധാന്യം, അല്ലാത്ത പ്രാധാന്യം നമ്മൾ കൊടുക്കരുത്. വലൗ അഅജബത്തുക്കും, എത്ര പെണ്ണാകട്ടെ ആ പെണ്ണ് എത്രമാത്രം നിങ്ങൾ അത്ഭുതപ്പെടുത്തിയാലും ശരി, നല്ല സൗന്ദര്യമുള്ളവരാണ്, നല്ല സാമ്പത്തിക ഭദ്രത ഉള്ളവരാണ്, എല്ലാം ഉള്ളവരാണ്, അതിലൊക്കെ നിങ്ങൾക്ക് വലിയ കൗതുകവും അത്ഭുതവും ഉണ്ടായാലും ശരി, മുശ്രിക്കത്താണ് എങ്കിൽ നിങ്ങൾ അവളെ കല്യാണം കഴിക്കരുത് എന്നാണ്. അതേപോലെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നിടത്തും കൽപ്പിച്ചു. എന്താണത്? വലാ തുൻകിഹു, നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കരുത് അൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളായ കാഫിരീങ്ങളായ ആളുകൾക്ക് നിങ്ങൾ കല്യാണം ചെയ്തു കൊടുക്കരുത്. ഇന്നത്തെ ഒരു ലോകത്ത് നമ്മൾ ആലോചിച്ച് കല്യാണം കഴിക്കുന്ന വിഷയപ്പം എന്താ, എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ലോകം? ഒരാണായാൽ മതി, ഒരു പെണ്ണായാൽ മതി, വേറൊരു ആലോചനയല്ല, നിക്കാഹ് തന്നെ വേണ്ടതില്ല എന്നതൊക്കെ ആ നിലയിലേക്ക് പൊതുസമൂഹം മാറിക്കൊണ്ടിരിക്കുകയും മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഇത്തരം നാശങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് വിശുദ്ധ ഖുർആന്റെ ഈ കൽപ്പന നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുശ്രിക്കീങ്ങളാണോ കെട്ടിച്ചു കൊടുക്കരുത്, ഹത്താ യുഅ്മിനൂ, അവർ വിശ്വാസികളാകുന്നത് വരെ ശിർക്കും കുഫ്റും ഒക്കെ ഒഴിവാക്കി ശരിയായ മുഅ്മിനായെങ്കിൽ മാത്രമേ അവർക്ക് കല്യാണം ചെയ്തു കൊടുക്കാൻ പറ്റൂ. അതുപോലെ വല അബ്ദുൻ മുഅ്മിനുൻ, ഒരു മുഅ്മിനായ അടിമയാണ് ഖൈറുൻ, നല്ലത്, മിൻ മുശ്രിക്കിൻ, ഒരു ബഹുദൈവ വിശ്വാസിയായ ഒരു കാഫറായ ഒരു മനുഷ്യനേക്കാളും നല്ലത് ഒരു അടിമയായ മുസ്ലിമാകുന്നു. അപ്പൊ ഇസ്ലാമിനാണ് പ്രാധാന്യം. വലൗ അഅജബക്കും, ആ വ്യക്തി നിങ്ങൾ എത്ര അത്ഭുതപ്പെടുത്തിയാലും, അവന് വലിയ സമ്പത്തുണ്ട്, വലിയ സൗന്ദര്യമുണ്ട്, വലിയ വലിയ അധികാരങ്ങൾ, എന്തുണ്ടാകട്ടെ, എന്ത് നിങ്ങൾ അത്ഭുതപ്പെടുത്തിയാലും ശരി, അതൊന്നും ദീനിൽ പരിഗണിക്കാൻ പാടില്ലാത്തതാണ്. മറിച്ച് പരിഗണിക്കേണ്ടത് എന്താണ്? ഓ മുസ്ലിമാണോ ഓ മുഅ്മിനാണോ, ഇതാണ് പരിഗണിക്കേണ്ടത്. അങ്ങനെയുണ്ട് എങ്കിൽ ഇസ്ലാം നിലനിൽക്കും, അവരിൽ ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ നിലനിൽക്കും. അതല്ലെങ്കിലോ സംഭവിക്കാൻ പോകേണ്ടതാ ഉലായിക യദഊന ഇലന്നാർ,
കാരണം മുശ്രിക്കീങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. വല്ലാഹു യദൂ ഇലൽ ജന്ന, അള്ളാഹു നിങ്ങൾ ക്ഷണിക്കുന്ന സ്വർഗത്തിലേക്കാണ്. രണ്ടും രണ്ട് വഴിയാണ്. മുശ്രിക്കീങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് നരകത്തിന്റെ വഴിയാണ്, അള്ളാഹു നിങ്ങൾ ക്ഷണിക്കുന്നത് സ്വർഗത്തിന്റെ വഴിയാണ്. രണ്ട് വഴി ശരിയാവൂലല്ലോ. അപ്പൊ സ്വർഗത്തിന്റെ വഴി തെരഞ്ഞെടുക്കുന്നവനായ ആളാണെങ്കിൽ ഈ വക കാര്യങ്ങളിൽ അവൻ ശ്രദ്ധയുണ്ടാകണം. വൽ മഗ്ഫിറ, അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് പാപമോചനത്തിലേക്കാണ്. ബിഇദ്നി വയുബയ്യിനു ആയാതിഹി ലിന്നാസ്, അള്ളാഹു തആല അവന്റെ ദൃഷ്ടാന്തങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി വിശദീകരിച്ചു കൊടുക്കുകയാണ്. ലഅല്ലഹും യതദക്കറൂൻ, അവർ ശരിക്കും ആലോചിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആലോചിക്കാൻ വേണ്ടിയും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയും നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുത്താൻ വേണ്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ദുസ്വാധീനങ്ങൾ മനുഷ്യനുണ്ടാകുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ചരിത്രത്തിൽ കാണാൻ പറ്റും. നമ്മൾ ജീവിക്കുന്ന പരിസരം എത്ര മോശമാണോ, മോശമായതിന്റെ അടിസ്ഥാനത്തിൽ മോശമായി പോകുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ലമ്മാ ലഹറ അബാ താലിബിൻ അൽ വഫാത്ത്, അബൂ താലിബിന് മരണമാസന്നമായി. ആരാണ് അബൂ താലിബ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ സഹോദരനാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാണ്. അദ്ദേഹത്തിന് മരണമാസന്നമായപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെന്നു. ജാഅഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെന്നപ്പോ ഫവജദ ഇൻദഹു അബാ ജഹൽ ഇബ്നു ഹിശാം, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, അബൂ ജഹൽ ഇബ്നു ഹിശാം വ അബ്ദുല്ലാഹി ഇബ്നു ഉമയ്യത്ത് ഇബ്നുൽ മുഗീറ. രണ്ട് മനുഷ്യന്മാര്, മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാരായ രണ്ടാള് അബൂ താലിബിന്റെ അടുക്കൽ നിൽക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെന്ന് ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അബീ താലിബ്, അബൂ താലിബിന് റസൂൽ പറഞ്ഞു, യാ അമ്മി, എന്റെ പിതൃവ്യരെ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങ് ദയവ് ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. കലിമത്തൻ അശ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ എനിക്ക് താങ്കൾക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ വേണ്ടിയിട്ട് താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണല്ലോ എന്ന് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്കൊന്ന് സാക്ഷി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ദയവ് ചെയ്ത് ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം എന്ന് ആവശ്യപ്പെട്ടു. ആരാണ് അബൂ താലിബ്? മുസ്ലിമീങ്ങളെക്കാൾ കൂടുതൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ള വലിയൊരു കാരണവരാണ്. അങ്ങനെയുള്ള വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേറ്റം വലിയ ആദരവുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷത്തിലും അദ്ദേഹം ദീനുൽ ഇസ്ലാം സ്വീകരിച്ചില്ല. പ്രതീക്ഷയുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അവിടെ ചെന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൻ. അപ്പോൾ ഇത് പറഞ്ഞപ്പോ തൊട്ടടുത്തുനിന്ന് മറ്റേ രണ്ടാൾക്കാർ പറഞ്ഞു, ഫഖാല അബൂ ജഹൽ വ അബ്ദുല്ലാഹി ഇബ്നു ഉമയ്യ, രണ്ടാളും കൂടി പറയാണ്, യാ അബാ താലിബ്, ഏ അബൂ താലിബേ, തറബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്ത് താങ്കൾ കൈവടിയുകയാണോ ഈ അവസാന നിമിഷത്തിൽ? അബ്ദുൽ മുത്തലിബിന്റെ ശിർക്കിന്റെ പാരമ്പര്യം താങ്കൾ കൈവടിയുകയാണോ എന്ന് ചോദിച്ചു. പക്ഷേ അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യസൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅരിദുഹാ അലൈഹി, അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ 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 എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. മറ്റേ രണ്ടുപേരും അവര് പറഞ്ഞു ആവർത്തിച്ചു, വയഊദാനി ബിതിൽകൽ മഖാല, അബ്ദുൽ മുത്തലിബിന്റെ പാരമ്പര്യം താങ്കൾ ഒഴിവാക്കാണോ എന്ന് അവരും പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം എന്താ സംഭവിച്ചത്? ഹത്താ ഖാല അബൂ താലിബ് ആഖിറ മാ കല്ലമഹും, അവസാനമായി അവരോട് പറഞ്ഞെന്താ അറിയാം? അബൂ താലിബ് ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാനിത് അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്ത് തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂ താലിബ് കണ്ണടക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയാണ് ഉദാഹരണം പറഞ്ഞത്? അബൂ താലിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച കൂട്ടാളികളായിട്ടുള്ള രണ്ട് വ്യക്തികളുടെ സംസാരം അദ്ദേഹത്തിൽ ഉണ്ടാക്കിയ സ്വാധീനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതിരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അപ്പൊ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഗൗരവപ്പെട്ട ഒരു സംഗതിയാണ്. സാഹചര്യം അത്രമാത്രം നമ്മൾ സ്വാധീനിക്കുന്നുണ്ട് എന്നൊരു പച്ചയായ സത്യമാണ്. അതുകൊണ്ട് തന്നെ തെറ്റായ സ്വാധീന വലയത്തിൽ പെടാതെ ഈമാനും ഇഖ്ലാസും തഖ്വയുമുള്ളവരായ ആളുകളുമായും അത്തരം സന്ദർഭങ്ങളുമായും അത്തരം സാഹചര്യങ്ങളുമായും ആണ് നമ്മൾ എപ്പോഴും ബന്ധപ്പെടുന്നത് എങ്കിൽ ഖേദിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ ഖേദിക്കേണ്ടി വരും. ഏത് ഈ പറഞ്ഞ ആൾക്കാർക്കുണ്ടാകുന്ന ഖേദത്തെ സംബന്ധിച്ച്, പരലോകത്തവർക്കുണ്ടാകുന്ന ഖേദത്തെ പറ്റി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ 27 മുതൽ 29 ആയത്ത് വരെ പറയുന്നുണ്ട്. എന്താണത്? യൗമ യഅദ്ദുൽ ളാലിം അലാ യദൈഹി, അക്രമികളായ ആളുകൾ, ദീനുൽ ഇസ്ലാം കൈവട്ടവരായ ആളുകൾ, അവര് കൈനഖം കടിക്കും. കൈനഖം കടിച്ച് ഖേദത്തോടു കൂടി യഖൂലു യാ ലൈതനി ഇത്തഖത്തു മഅ റസൂലി സബീലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനുൽ ഇസ്ലാം കൊണ്ടുവന്ന് പ്രബോധനം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഒരു മാർഗം
ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ആ സമയത്ത് അവർ പറയും. യാ വൈലത്താ, ഞങ്ങളുടെ നാശമേ, ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്ന വ്യക്തികളെ ഞാൻ എന്റെ ഉറ്റമിത്രമാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. അപ്പൊ ഉറ്റമിത്രാക്കിയതാ പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധുത്വവും മിത്രവും ആകുന്നതിന് പകരം തള്ളിക്കളയുകയും അവനവന്റെ സ്വാർത്ഥ മോഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി തെറ്റായ ആളുകളെ കൂട്ടാളികളാക്കി സ്വീകരിക്കുകയും ചെയ്തവർക്ക് അവിടെ ഉണ്ടാകുന്ന നെടും ഖേദത്തിന്റെ അടയാളങ്ങളാണ് ഇവിടെ പറയുന്നത്. ലഖദ് അളല്ലനി, അയാൾ എന്നെ വഴിപഴപ്പിച്ചു കളഞ്ഞു. അനിദ്ദിക്രി, ആ ദിക്റിൽ നിന്നും, ആ ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആൻ, ബഅദ ഇദ് ജാഅനി, ആ ഖുർആൻ എനിക്ക് വന്നു കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് ഖുർആനായി പഠിപ്പിച്ചു തന്നു. അതൊക്കെ കിട്ടിയതിന് ശേഷവും ഇന്നാലിന്ന വ്യക്തി വന്ന് അതിൽ നിന്ന് തന്നെ വഴി തെറ്റിച്ച് കളഞ്ഞല്ലോ. വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂലാ, തീർച്ചയായും ശൈത്താൻ എന്ന് പറഞ്ഞാൽ അവസാനമായി മനുഷ്യനെ കൈപിടിക്കുന്നവനാണ്. ശൈത്താൻ നല്ല വാക്കുകളൊക്കെ പറയും. മനുഷ്യന്മാർ ശൈത്താന്മാരാണെങ്കിലും ശരി, ജിന്നുവർഗത്തിൽപ്പെട്ട ശൈത്താന്മാരാണെങ്കിലും ശരി, നല്ല നല്ല വാചകങ്ങൾ പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കും. അവസാനം നമ്മൾ കുടുങ്ങി കഴിഞ്ഞാലോ ഖദൂല, കൈപിടിയുകയും ചെയ്യും. ഇതാണ് ശൈത്താന്മാരുടെ സ്വഭാവം. അതുകൊണ്ട് ഇത്തരം ഫസാദുകളിൽ ഒന്നും പെടാതെ നമ്മൾ രക്ഷപ്പെട്ടാൽ നമ്മുടെ ദീന് കഴിച്ചിലാവും. അലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിക്കരുത് കേട്ടോ എന്ന് പറയുന്നൊരവസ്ഥ ഒരാൾക്ക് വരണമെങ്കിൽ അതുപോലെ പറഞ്ഞാൽ മാത്രം പോരാ, അതിനു വേണ്ടി ആവശ്യമായതൊക്കെ നമ്മൾ ചെയ്യണം. ഈ പറഞ്ഞ അഹ്വാലുകളും സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അത്യാധ്വാനം നമ്മൾ നടത്തുകയും ചെയ്യണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ദീന് നിലനിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ദീനില്ലാത്തവരായി നഷ്ടപ്പെട്ടു പോവുകയായിരിക്കും അതിന്റെ ഫലം. അതുകൊണ്ട് ഗൗരവതരമായി ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഫിത്നകളിൽ പെടാതെ ജീവിച്ച് മരിച്ചു പോകാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സൗഹൃദ ബന്ധത്തെ സംബന്ധിച്ച് വിശദീകരിച്ച സ്ഥലത്ത് ഇങ്ങനെ കാണാം. മനുഷ്യന്മാർക്ക് പൊതുവെ 3 തരം ചങ്ങാതിമാരാണ്. അൽ അസ്തിഖാഉ സലാസ, 3 തരം ചങ്ങാതിമാരുണ്ടാവും. അതിൽ ഒരു വിഭാഗം കൽ ഗദാ, പോഷകാഹാരം പോലെയാണ്. ലാ ബുദ്ദ മിൻഹു, അത് കൂടാതെ കഴിയില്ല. പോഷകാഹാരം എന്ന് പറഞ്ഞത് മനുഷ്യന് കൂടാതെ കഴിയാത്ത സംഗതിയാണ്. അങ്ങനെയുള്ള ചില കൂട്ടുകാരുണ്ട്. രണ്ടാമതൊരു കൂട്ടരുണ്ട് കദ്ദവാ, മരുന്ന് പോലെയാണ്. മരുന്നിന്റെ പ്രത്യേകത എന്താ? യഹ്താജു ഇലൈഹി വഖ്തിൻ വഖ്ത് ദൂന വഖ്ത്, അത് ചില സമയത്തേക്ക് മാത്രം ആവശ്യമുള്ളതാണ്. എല്ലാ സമയത്തും മരുന്ന് കഴിക്കേണ്ടതില്ല. മരുന്ന് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ സമയത്തേക്ക് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇഷ്ടം പോലെ ചെയ്യുന്നതല്ല. ഒരാൾ കഷായം കുടിക്കുന്നത് ഇഷ്ടത്തിൽ കുടിക്കുന്നതല്ല, അതിനവന്റെ ഫലം ആലോചിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന അങ്ങനെയുള്ള ചില കൂട്ടുകാരുണ്ട്. പിന്നെ വേറൊരു കൂട്ടുകാർ രോഗം പോലെയുള്ള ചില കൂട്ടുകാരുണ്ട്. ലാ യഹ്താജു ഇലൈഹി ഖത്ത്, അതിലേക്ക് ഒരു കാരണവശാൽ നമുക്ക് ആവശ്യക്കാരല്ല. രോഗം ഒരാളും കൊതിക്കുന്നില്ല. അപ്പൊ ഇതേപോലെയാകുന്നു കൂട്ടുബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ വിഭാഗം ഖദാവ് പോലെയെന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് നല്ല കൂട്ടുബന്ധങ്ങൾ ഉണ്ടായേ പറ്റും. നല്ല സ്നേഹബന്ധമുള്ള, നല്ല ദീനുള്ള, നല്ല തഖ്വയുള്ള, ഇൽമുള്ള, വറഉള്ള ആളുകളുമായി ചങ്ങാത്തം കൂടാന്നുള്ളത് എന്താണ്? നമ്മുടെ ദീന് നിലനിൽക്കാൻ അത്യാവശ്യമാണ്. ഏതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ. രണ്ടാമത്തെ കാര്യം മരുന്ന് പോലെ എന്ന് പറഞ്ഞാൽ എന്താ? മരുന്ന് എപ്പോഴും നമുക്ക് ആവശ്യമില്ല, അത് അത്യാവശ്യമുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കുക. അങ്ങനെയുള്ള ചില കൂട്ടുകാരുണ്ടാവും. ചില തെറ്റും കുറ്റങ്ങളൊക്കെ ചെയ്യുന്നവരായ ആളുകളാണെങ്കിൽ തെറ്റും കുറ്റവുമായ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ബന്ധമല്ല. അല്ലാത്ത നല്ല കാര്യങ്ങൾക്ക് അങ്ങനെയുള്ള കൂട്ടുബന്ധങ്ങൾ നമ്മൾ ഉപയോഗിക്കാം, നമുക്ക് ശല്യമല്ല. ഇനി മരുന്ന് മറ്റതുപോലെയാണ്. ഇത് രോഗം പോലെയുള്ള കൂട്ടുകാർ, അവരിൽ നിന്ന് ഒരു ഹൈറും ഉണ്ടാകില്ല. അവർ നമ്മെ എന്തായിരുന്നാലും നാശത്തിലേക്കേ കൊണ്ടുപോകും. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമ്മുടെ ദീന് നിലനിൽക്കാൻ വേണ്ടിയാണ്. ദീന് നിലനിന്നെങ്കിൽ മാത്രമേ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിന് വിജയം ഉണ്ടാകൂ. ദീന് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആത്യന്തികമായി പരാജയപ്പെടുക എന്നതാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സംവിധാനങ്ങളെ ഒക്കെ ദീനിനനുസരിച്ച് പരിവർത്തിച്ച് നന്നാക്കിയെടുക്കാൻ വേണ്ടി
നമ്മൾ പരമാവധി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കുന്ന നല്ലവരായി ജീവിക്കുവാനുള്ള സൗഭാഗ്യവും സന്മനസ്സും നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ മരണാനന്തരം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.